എന്ത് പറ്റി അറിയില്ല ചേട്ടാ, ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അത് നന്നായിട്ട് ഗെയിം ചെയ്തു എന്നാണ് എൻ്റെ മനസ്സിൽ. ജനങ്ങളുടെ പ്രേക്ഷകർ അങ്ങനെയല്ല, അതാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അത് റിഫ്ലക്ട് ചെയ്യുന്ന സമൂഹത്തിൽ. തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു ആ വീട്ടിലെ താമസം? വളരെ ഈസി ആയുള്ള കാര്യമാണ്? ഒരിക്കലും ഈസി അല്ലല്ലോ ചേട്ടാ, ഭയങ്കര ഡിഫിക്കൽട്ടി തന്നെയാണ്. നമുക്ക് ഓരോ ദിവസവും അവിടെ അകത്ത് നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഓരോ ദിവസവും എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്ത് പോകണം എന്നുള്ളത്. വലിയ സന്തോഷം. കാര്യം ഇത്രയും ദിവസം എനിക്ക് നിൽക്കാൻ പറ്റുമെന്നില്ല, ഞാൻ വിചാരിച്ചതല്ല. ഇത്രയും ദിവസം നിൽക്കാൻ പറ്റി. എനിക്ക് ഒത്തിരി സന്തോഷം. ആരോടും ഒരു ദേഷ്യമില്ല. പക്ഷേ ഒരുപാട് പേരെ മിസ് ചെയ്യും. ഉറപ്പായിട്ടും ഒരുപാട്. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അക്ബർ. എന്തായാലും പനിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് കാണാം. ഓക്കെ. ഞാൻ നിങ്ങൾക്കിടയിൽ നിങ്ങളൊരാളായിട്ട് തന്നെയാണ് ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ടുള്ളത്. എല്ലാവരുടെ പ്രശ്നങ്ങളിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്കൊരടി എന്നാൽ ഡബിൾ അടി ഞാൻ അങ്ങോട്ട് തിരിച്ചടി നിങ്ങൾ തരും. ഇതാണ് ഷോ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ടാലന്റ് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സാധനമാണ് പാനിപ്പൂര. നീ കളിക്ക് ശരത്തെ, നീ ധൈര്യമായിട്ട് കളിക്ക്. നീ കളിക്കാവുന്നല്ലേ? എന്നെ മാത്രം സ്നേഹിക്കോ? ഞാൻ നാരായണനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. ഇങ്ങനൊരു മുഖം നീ ഒരിക്കലും മറക്കൂല, ഓർത്ത് വെച്ചോ. ഞാൻ ഇവിടെ വെച്ചിരുന്ന ബ്രാൻഡ് പേരെടുത്തോണ്ട് വേണ്ടി. എനിക്കൊരാളോട് ദേഷ്യം തോന്നി, ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ അക്ബറിന്റെ കരുവാണ്. പക്ഷെ ഇന്ന് മുതൽ ഞാൻ എൻ്റേതായ ഇൻഡിവിജ്വൽ ഗെയിം പ്ലാൻ ചെയ്യും. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് എന്നെ എത്രയൊക്കെ ദ്രോഹിച്ച വ്യക്തിയാണെങ്കിലും ഞാനത് ക്ലാരിറ്റി ചെയ്യും. അപ്പാനീനെ കൊണ്ട് തല്ലിക്കണം എന്നാ. എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണ ഓരോ കാര്യങ്ങള്. അങ്ങനെയാണ് പല ആളുകളല്ലേ ഇവിടെ. എന്ത് പറയാ, ടെൻഷൻ അടിക്കണം, നിന്റെ ഗെയിം ഡൗൺ ആവരുത്. അത് ടെൻഷൻ അടിച്ചു. നീ ഞാനുമായിട്ടുള്ളൊരു പിണക്കം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തന്ന സുഖമാണോ? ഓക്കെയാണ്, വിടാം. ചേട്ടൻ സന്തോഷമായിട്ട് ഗെയിം ചെയ്യും. ഇത്രയും കേട്ടാൽ മതി. ഇത് മെൻ്റലി ഞാൻ ഓക്കെയാണ് ബിഗ് ബോസ്. പക്ഷേ ഇങ്ങനെ വിഷമം വരുമ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. ഞാൻ വാർത്തണോ? വാർത്ത കഴിക്കുമോ? എൻ്റെ ചീട്ട് ഈ ആഴ്ച കീറും. അത്യാവശ്യം നേരെ വിളിക്കുന്ന പയ്യന്മാരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്.